ഈ ആഴ്ച റിലീസാവുന്ന സിനിമകൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആ സെഗ്മെൻറ്റിൽ കഴിഞ്ഞ ഏപ്രിൽ മാസം സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ ഞാൻ ചെയ്തിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വീഡിയോയിൽ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് ദിസ് ഇസ് സോ ടെംപ്റ്റിംഗ്, ഇത് കേരളത്തിൽ റിലീസ് ഉണ്ടോ എന്നറിയില്ല, നിങ്ങൾ എങ്ങാനും കർണാടകയിലാണെങ്കിൽ ഇതൊന്ന് കണ്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിരുന്നു. ആ സിനിമയുടെ പേര് അജ്ഞാതവാസി എന്നാണ്. സിനിമ ഇപ്പോൾ ZEE5 അവൈലബിൾ ആണ്. ഞാൻ ആ സിനിമ കണ്ടു. എൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഉള്ള ആ ഒരു പ്രതീക്ഷ എന്തായിരുന്നു, അല്ലെങ്കിൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ഫീൽ എന്താണോ അതിനെ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഗംഭീര അനുഭവമായിട്ടാണ് എനിക്ക് സിനിമ അനുഭവപ്പെട്ടത്. പ്രത്യേകിച്ച് ടുവേർഡ്സ് ദ ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴേക്കും ഞാനിങ്ങനെ താടിക്ക് കൈ കൊടുത്തിരുന്നു പോയി. ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സംഭവമൊക്കെ കാണിച്ചിട്ട് അയ്യോ എന്താണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. ജനാർദ്ദൻ ചിക്കണ്ണയാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. കൃഷ്ണരാജാണ് ഇതിൻ്റെ റൈറ്റർ. DOP ചെയ്തിട്ടുള്ളത് അദ്വൈത ഗുരുമൂർത്തിയാണ്. എഡിറ്റിംഗ് ഭരത് MC. ഇതിൻ്റെ കളറിസ്റ്റ് പ്രതീക് മഹേഷാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. മ്യൂസിക് ചെയ്തിട്ടുള്ളത് ചരൺ രാജാണ്. ഓഡിയോഗ്രഫി നമ്മുടെ MR രാജകൃഷ്ണനാണ്. സൗണ്ട് എഫക്ട്സ് ചെയ്തിട്ടുള്ളത് വിഷ്ണു PC ആൻഡ് VFX ബൈ പിനാക സ്റ്റുഡിയോസ്. അതിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് രംഗയാന രഘു, പാവന ഗൗഡ, സിദ്ധു മൂലിമണി ആൻഡ് ശരത് ലോഹിതാശ്വ. ഇത്രയും പേരാണ് ഇതിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. വേറെയും കുറേ ആളുകളുണ്ട്. ഈ സിനിമയുടെ പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ സിനിമ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒരു വിഷ്വൽ പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒരു ഡ്രീമി എഫക്റ്റിൽ ഈ കോർണേഴ്സിലേക്കൊക്കെ വരുമ്പോഴേക്കും ഒരു ഫോഗ് പോലെയൊക്കെയുള്ള, അതായത് നമ്മുടെ പഴയ ഇപ്പോൾ യാഷിക്കയുടെയൊക്കെ ക്യാമറയൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഫിലിമിൽ ഫോട്ടോ എടുക്കുമല്ലോ, ആ ഫോട്ടോസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിനുള്ളൊരു ഫീലുണ്ട്. ആ ഫീല് ത്രൂ ഔട്ട് ദ ഫിലിം അവരിങ്ങനെ നിലനിർത്തി പോയിട്ടുണ്ട്. നമ്മളൊരു ഫിലിമിൽ ഫോട്ടോ എടുക്കുന്ന പോലെ. അപ്പം നമുക്കും ഈ പറയുന്ന കാലഘട്ടമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ കോസ്റ്റ്യൂംസ് ആണ്. വിസ്മയ സ്റ്റുഡിയോസ് ആണ് അതിൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത്. ഈ കാലഘട്ടത്തിനെ മാർക്ക് ചെയ്ത് പോകുക എന്ന് പറയുന്നത്, എന്നാൽ അതിനെ ഏറ്റവും ബ്യൂട്ടിഫുള്ളായി അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. ഇതിനകത്ത് സിദ്ധു മൂലിമണി ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അവനൊരു നഗരത്തിൽ ജനിച്ച് വളർന്നിട്ടില്ല, പക്ഷേ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഈ പൈസയ്ക്കുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ടൗണിലുള്ള ആളുകൾ ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ, അങ്ങനെയുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ്. അപ്പം അവനിലൂടെ നമ്മൾ കാണുന്ന ആ കാലഘട്ടത്തിൻ്റെ ഒരു ഫാഷനും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. ഈ നാട്ടിലുള്ള ആളുകളുടെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും. പിന്നെ VFX പരിപാടികളെ നമ്മൾ വളരെയധികം പുകഴ്ത്തേണ്ടതുണ്ട്. കാരണം ഇതിനകത്ത് VFX അല്ലാത്ത ജീവികളൊന്നും നമ്മൾ കാണുന്നില്ല. കോഴി അടക്കം, ഒരു പൂവൻകോഴി ഉണ്ട്, നല്ല രസമുണ്ട്, ഭയങ്കര നാച്ചുറലായിട്ട്. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും VFX ആണ്, പക്ഷെ ചെയ്യാവുന്നതിൻ്റെ മാക്സിമത്തിൽ അവർ ഡീസൻ്റ് ആയിട്ട് ആ പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കേസന്വേഷണം വരുന്നുണ്ട്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് അതായത് ജീപ്പിൻ്റെ ലൈറ്റാണ്. ആ ലൈറ്റ് ഒരാളിൽ നിന്ന് ഇങ്ങനെ മാറി വരുന്നതിനൊക്കെ ഇമോഷണലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ രീതിയിൽ അവരിത് ചെയ്തു വെച്ചിട്ടുണ്ട്. ടോട്ടൽ ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കേൾക്കാൻ ഭയങ്കര സുഖമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നുമല്ല. ഈ സിനിമയുടെ ഒരു മൂഡ് എന്താണോ ഇതിൽ ഈ പറയുന്ന ഇൻറ്റൻസ് ഇമോഷൻസും അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ തീവ്രതയൊക്കെ വരുന്ന സമയത്തുള്ളതാണെങ്കിലും പാട്ടുകളാണെങ്കിലും അതിതീവ്രമായിട്ടുള്ള പ്രണയമുണ്ട്. അതായത് ആ പ്രണയത്തിന് വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും എന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമോഷണൽ സാധനമൊക്കെ ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നത് പോലെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ടോട്ടൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളി തന്നെയായിരുന്നു. പിന്നെ പറയേണ്ടത് ഇതിലെ പെർഫോമൻസുകളാണ്. രംഗയാന രഘു അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. എന്ത് ഗംഭീരമായിട്ടാണ് ആ മനുഷ്യൻ ചെയ്തു വെച്ചേക്കുന്നതെന്ന് അറിയോ. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമ തുടങ്ങുമ്പോൾ വിചാരിച്ചത് ഒരു ക്യാരക്ടർ, പുള്ളി പോലീസുകാരനാണ്, തുടക്കത്തിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അമ്മയുടെ ശ്രാദ്ധമോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുള്ളി പായസം ഉണ്ടാക്കുന്നു, എല്ലാവർക്കും വെച്ച് വിളമ്പുന്നു. നല്ലൊരു പോലീസുകാരൻ. അതായത് 10-25 വർഷമായി ഒരു പോലീസ് സ്റ്റേഷൻ ഒരു നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. ആ പോലീസ് സ്റ്റേഷനിൽ ഇന്നുവരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ആ സ്ഥലത്ത് ഒരു കൊലപാതകം സംഭവിക്കുകയാണ്. അത് കൊലപാതകമാണെന്ന് ആദ്യം പറയുന്നത് ഇദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ അവിടെ മുതൽ ഈ ക്യാരക്ടർ അതുവരെ ഉണ്ടായിരുന്ന ഒരു സാധാരണ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറിയിട്ട് ഇത് വേറൊരു തലത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മാറുന്നുണ്ട്. ടുവേർഡ്സ് എൻഡ് വരുമ്പോഴേക്കും പുള്ളി ഇങ്ങനെ അഴിഞ്ഞാടുകയാണ്. നമ്മൾ ലാലേട്ടനെ കുറിച്ചൊക്കെ പറയൂലേ എന്ന് പറയുന്ന പോലെ പുള്ളി അങ്ങ് നിറയാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റൊക്കെ ഫീൽ ചെയ്തു. ആ സീനൊക്കെ അയാൾ അഭിനയിച്ചേക്കുന്നത് അടിപൊളിയായിട്ടാണ്. പാവന ഗൗഡ ഇതിനകത്തെ നായിക കഥാപാത്രത്തിന് ചെയ്തിട്ടുള്ളതാണ്. പുള്ളിക്കാരിയും ഈ പറയുന്ന പോലെ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രേമവും അതിൽ ഉണ്ടാവുന്ന ഈ നിരാശയല്ല, പക്ഷേ ഈ അതിനു വേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകാമെന്ന് പറയുന്ന പോലത്തെ അവരുടെ ചില സമയത്തുള്ള നോട്ടമൊക്കെ ഉണ്ടെന്നേ ഒരു രക്ഷയില്ല. പിന്നെ സിദ്ധു മൂലിമണി അദ്ദേഹമാണ് ഈ സിനിമയിൽ ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്നൊരു കാര്യം, കമ്പ്യൂട്ടർ വന്നു തുടങ്ങുന്ന സമയമാണ് 90കളുടെ തുടക്കമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ആ ഗ്രാമത്തിൽ കമ്പ്യൂട്ടർ ഉള്ളത് ഇയാൾക്ക് മാത്രമാണ്. അപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന കത്തുകൾ അത് ഒരുപാട് സമയമൊക്കെ എടുക്കുമല്ലോ, പക്ഷേ ഇമെയിൽ പെട്ടെന്ന് വരും. അങ്ങനെ നാട്ടുകാർക്ക് ഇമെയിൽ വരുന്നത്, അവരുടെ പുറത്തുള്ള ബന്ധുക്കളൊക്കെ ഇമെയിൽ അയക്കുന്നത് നാട്ടുകാർക്ക് കൊണ്ട് കൊടുത്ത് അതിൽ നിന്ന് വരുമാനമുണ്ടാക്കി അങ്ങനെയൊക്കെ പോകുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഒരു കൊച്ചു
പയ്യനാണ്. ആ കൊച്ചു പയ്യൻ്റെ കൗതുകങ്ങൾ അവിടെ വേണം, എന്നാൽ അവൻ്റെ ഈ മാറി വരുന്ന ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. ഇതിനെല്ലാത്തിനെയും വളരെ വളരെ നാച്ചുറലായിട്ട് എന്ത് ഗംഭീരമായിട്ടാണ് പുള്ളി ചെയ്തതെന്നറിയോ. ഞാൻ ഒരുപാട് കാലം കണ്ടു പരിചയമുള്ള ഒരാളെ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ അത്രയും നാച്ചുറലായിട്ടാണ് പുള്ളിയുടെ പെർഫോമൻസ് വന്നത്. വേറെയും കുറേ ഉണ്ട്. ഇതിൽ അമ്മച്ചി എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ടുള്ളൊരു പുള്ളിക്കാരൊക്കെ ഉണ്ട്. എല്ലാവരും വളരെ രസമായിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ സിനിമയിലെ കേസ് നമ്മൾ വിചാരിക്കും കേസന്വേഷണമാണ്, പക്ഷേ കേസന്വേഷണമല്ല, കേസന്വേഷണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ സിനിമയുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. അത് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒത്തിരി ഇൻഡെപ്ത് അതിനെക്കുറിച്ച് പറയുന്നില്ല. അതൊരു അടിപൊളി പരിപാടിയാണ്. സിനിമ തുടങ്ങിയ ആദ്യത്തെ കുറച്ച് സമയം, ഏതാണ്ട് ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഇതിലേക്ക് ഇന്നാവുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പറയുന്ന ട്രെയിലർ നമുക്ക് തന്നിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ട്. പ്ലസ് ഇതിൻ്റെ വിഷ്വലൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഓളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവം അടുത്ത ലെവലിലേക്ക് ഇത് കടന്നു കഴിയുമുണ്ടല്ലോ, നമുക്ക് വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകില്ല, ഇതിൻ്റെ അകത്ത് തന്നെ ആയിപ്പോവും. ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് നിങ്ങളും സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു ഉത്തരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് കൺസിഡറിങ് ദി കാലഘട്ടം, ദി സിറ്റുവേഷൻ, ഇമോഷൻസ്, പിന്നെ മനുഷ്യന്മാരുടെ ലൈഫിലെ പ്രയോറിറ്റീസ്, അതെല്ലാം പരിഗണിച്ച് നോക്കുമ്പോൾ എനിക്ക് ക്ഷമിക്കാനാണ് തോന്നിയത്. നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ, ഈ സിനിമ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ പറയൂ, സിനിമയുടെ ക്ലൈമാക്സിലെ ആ ചോദ്യം, ക്ഷമിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, ആ ചോദ്യം ചോദിച്ച ആളോട് ആ ചോദിച്ച കാര്യത്തിന് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു നല്ല സിനിമ അനുഭവമാണ്. തീർച്ചയായും കണ്ടു നോക്കേണ്ട സിനിമകളിൽ ഒന്നായിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുകയാണ്. ZEE5 സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കുക, സിനിമ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.